പത്തനംതിട്ടയിൽ പോക്സോ കേസ് നടത്തിപ്പിന്റെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ ഒരാൾ അറസ്റ്റിൽ. ജോമോൻ മാത്യു ആണ് അറസ്റ്റിലായത്. 60 പേർ പ്രതികളായ പീഡനക്കേസിന്റെ നടത്തിപ്പിനായി രണ്ടാം പ്രതിയുടെ അമ്മയിൽ നിന്ന് ഒന്നാം പ്രതിയുടെ സഹോദരൻ 8,65,000 രൂപ തട്ടിയെടുത്തതാണ് പരാതി. ഡിവൈഎസ്പിക്കും അഭിഭാഷകനും നൽകാനെന്ന പേരിലായിരുന്നു തട്ടിപ്പ്. രണ്ടാം പ്രതി ഷൈനുവിന്റെ അമ്മയുടെ പക്കൽ നിന്നാണ് ജോമോൻ മാത്യു പണം തട്ടിയെടുത്തത്. ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ ഒരു തട്ടിപ്പിൽ ഈ ജോമോൻ മാത്യു മാത്രമാണോ പ്രതി, അതോ ഇവർ സംഘം ചേർന്ന് ഒരു ആസൂത്രിതമായി തട്ടിപ്പ് നടത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ജോമോൻ മാത്യു മാത്രമാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്. അതായത് പത്തനംതിട്ടയില് 60 പേർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ രണ്ടാം പ്രതിയുടെ അമ്മയിൽ നിന്നാണ് ഈ ഒന്നാം പ്രതിയുടെ സഹോദരനായ ജോമോൻ 8 ലക്ഷം രൂപ തട്ടിയെടുത്തത്. അത് പ്രധാനമായും ഈ ജോമോൻ പറഞ്ഞത് ജാമ്യത്തിനും വക്കീലിനും ഒപ്പം ഡിവൈഎസ്പിക്കും ഒക്കെ നൽകാൻ വേണ്ടിയാണ് പണം എന്ന് പറഞ്ഞ് പല തവണകളായി ഈ രണ്ടാം പ്രതി ഷൈന്റെ മാതാവിന്റെ കയ്യിൽ നിന്നും ഈ പണം ഇദ്ദേഹം തട്ടിയെടുക്കുകയായിരുന്നു. അത് വക്കീലിന്റെ കയ്യിൽ ഈ പണം എത്തിയില്ല എന്ന് അറിഞ്ഞ സമയത്താണ് ആ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇത്തരത്തിൽ പൈസ ലഭിച്ചിട്ടുണ്ടെന്ന് വക്കീൽ പറഞ്ഞതോടുകൂടിയാണ് ഈ തട്ടിപ്പ് വിവരം പുറത്തു വരുന്നത്. പല ഘട്ടങ്ങളിലാണ്, പല പ്രാവശ്യമായിട്ടാണ് ഈ കേസിന് ശേഷം പണം ഇയാൾ തട്ടിയെടുത്തത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ ജോമോൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ അറസ്റ്റിലായ ജോമോൻ ഈ പണം ഉപയോഗിച്ച് മൈക്ക് സെറ്റ് സാധനങ്ങൾ വാങ്ങി, അതായത് അതിനുള്ള സാധനങ്ങൾ വാങ്ങാനാണ് ഈ പണം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതെല്ലാം ഡിഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ള പ്രക്കാരത്തെ വീട്ടിൽ നിന്നും ഈ തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് വാങ്ങിച്ച സാധനങ്ങളെല്ലാം തന്നെ ഇന്ന് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു തട്ടിപ്പ് തന്നെ നടത്തി 8.5 ലക്ഷം രൂപ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ജാമ്യത്തിന് വക്കീലിന് കൊണ്ട് നൽകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പലതവണയായി ഇത്തരത്തിൽ ഈ ഒന്നാം പ്രതി ജോജി മാത്യുവിന്റെ രണ്ടാം പ്രതി സഹോദരൻ ജോമോൻ മാത്യു ആണ് ഈ പണം തട്ടിയെടുത്തുള്ളത്. എന്തായാലും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് തീർച്ചയായും ശശിനാരായണൻ, അതോടൊപ്പം അറിയേണ്ടത് ഈ പോക്സോ കേസിന്റെ പത്തനംതിട്ടയിൽ ഈ പോക്സോ കേസിന്റെ വിവരങ്ങളാണ്. കാരണം ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കൂട്ടബലാത്സംഗ കേസുകളിൽ ഒന്നുകൂടിയാണല്ലോ. നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അപ്പം ആ കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്കായിരിക്കുന്നു. പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അന്വേഷണം അന്തിമഘട്ടത്തിൽ ആയിരിക്കുന്നു എന്നാണ് നമ്മളോട് ഡിഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രതികളെല്ലാം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. വെളിയിലുള്ള പ്രതികളിൽ കൂടി എത്താറുണ്ട്. ആ 2 പ്രതികളുടെ കാര്യം കൂടി ഇനിയുണ്ട്. അതുകൊണ്ട് എത്തിയതിനു ശേഷമായിരിക്കും കേസിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ പോക്സോ കേസിൽ 60 പേരാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ പ്രതികളെയും തെളിവുകളും മൊഴികളും ഒക്കെ ശേഖരിക്കേണ്ട ഡിജിറ്റൽ തെളിവുകൾ ഇതിന് നിർണായകമായുള്ള ആവശ്യമായിരുന്നു. അതെല്ലാം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിലെ പ്രതികളെല്ലാം തന്നെ പിടിയിലായിരിക്കുന്നത് 2 പേർ മാത്രമാണ് ഇനിയുള്ളത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ പോക്സോ കേസ് നടത്തിപ്പിന്റെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്പോട്ട് ലൈവ്.